രക്തദാനം, ബ്ലഡ് ഡൊണേഷൻ എന്താണ്? ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? രക്തദാനത്തിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ പരിശോധനകളാണ് രക്തദാനത്തിന് മുമ്പായി ചെയ്യുന്നത്? ഇതിനെ സംബന്ധിച്ചുള്ള വളരെ ചെറിയ ഒരു വിശദീകരണമാണ് നാം ഇന്ന് ഈ ക്ലാസ്സിൽ ചെയ്യുന്നത്. ഈ വിവരങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 5 മുതൽ 6 ലിറ്റർ രക്തമുണ്ട്. ഓരോ 90 ദിവസം 3 മാസം കൂടുന്തോറും രക്തദാനം ചെയ്യാവുന്നതാണ്. ശരീരത്തിൽ നിന്ന് നഷ്ടമാകുന്ന രക്തം ശരീരം വളരെ പെട്ടെന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കും. ബ്ലഡ് പ്ലാസ്മ 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ പുനരുജ്ജീവിപ്പിക്കപ്പെടും. ചുവന്ന രക്താണുക്കൾ 3 ആഴ്ചക്കുള്ളിൽ പുനരുജ്ജീവിപ്പിക്കപ്പെടും. പ്ലേറ്റ്ലെറ്റുകളും ശ്വേതരക്താണുക്കളും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ റീജനറേറ്റ് ചെയ്യപ്പെടും. നമുക്കറിയാം, പ്രധാനപ്പെട്ട 4 രക്തഗ്രൂപ്പുകളാണ് എ, ബി, എ ബി ആൻഡ് ഒ. ആർക്കൊക്കെയാണ് രക്തം ആവശ്യമായി വരുന്നത്? നമുക്കറിയാം, അപകടത്തിൽപ്പെടുന്നവർക്ക്, ക്യാൻസർ രോഗികൾക്ക്, രക്തസംബന്ധമായ രോഗമുള്ളവർക്ക്, ഓപ്പറേഷൻ ആവശ്യമായ രോഗികൾക്ക്, വളർച്ചയെത്താത്തതായോ കാലം തികയാതെയോ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, മറ്റു കാരണങ്ങളാൽ രക്തം ആവശ്യമായി വരുന്നു. 4.5 ദശലക്ഷം ആളുകൾ ഇന്ന് ഇന്ത്യയിൽ ജീവനോടെ ഇരിക്കുന്നത് രക്തം ദാനമായി കിട്ടിയത് കൊണ്ട് മാത്രമാണ്. ഇത്രത്തോളം പ്രാധാന്യമുണ്ട് രക്തദാനത്തിന് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സുരക്ഷിത രക്തം എന്താണ് നോക്കാം. സുരക്ഷിത രക്തദാനം ജീവൻ ദാനം ചെയ്യുന്നു, എന്നാൽ അരക്ഷിത രക്തദാനം രോഗങ്ങൾ സമ്മാനിക്കുകയും ചെയ്യുന്നു. സുരക്ഷിത രക്തസുരക്ഷ എങ്ങനെയാണ് ഉറപ്പാക്കുന്നത്? രക്തം കൊടുക്കുന്നയാളെ കർശനമായ സ്ക്രീനിങ്ങിന് വിധേയനാക്കുന്നു, പരിശോധനകൾക്ക് വിധേയനാക്കുന്നു. രക്തസാമ്പിളുകൾ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ നിബന്ധനകൾ പ്രകാരം പരിശോധിക്കപ്പെടുന്നു. രക്തം സ്വീകരിക്കുന്ന ആളുടെ രക്തവുമായി ക്രോസ് മാച്ചിങ് നടത്തുന്നു. സ്വയം സന്നദ്ധരായി വരുന്നവരിൽ നിന്ന് മാത്രമേ രക്തം എടുക്കുകയുള്ളൂ. അണുവിമുക്തമാക്കിയ ഡിസ്പോസിബിൾ ബ്ലഡ് ബാഗുകളും ഉപകരണങ്ങളുമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ദാനം ലഭിച്ച രക്തം പരിശോധിച്ച് രക്തഘടകങ്ങളായി വേർതിരിച്ച് 3-4 രോഗികൾക്ക് നൽകാൻ കഴിയും. 3 മാസത്തിലൊരിക്കൽ രക്തം ദാനം നടത്തുന്നത് സുരക്ഷിതമാണ്. എന്തൊക്കെയാണ് രക്തദാനത്തിനുള്ള നടപടിക്രമങ്ങൾ? രക്തം നൽകുന്നതിന് മുമ്പായി രക്തം കൊടുക്കുന്നയാളെ സ്ക്രീൻ ചെയ്യുന്നു, യോഗ്യതാ മാനദണ്ഡങ്ങൾ വിലയിരുത്തുന്നു, സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങുന്നു, മെഡിക്കൽ പരിശോധനകൾ ചെയ്യുന്നു. അതിനുശേഷം രക്തദാന നടപടികൾ തുടങ്ങുന്നു. രക്തദാനത്തിന് ശേഷം രക്തം നൽകിയ ആൾക്ക് വിശ്രമം, ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നു, ലഘുഭക്ഷണം നൽകുന്നു, ഡോണർ സർട്ടിഫിക്കറ്റ്, രക്തം ദാനം നൽകിയതിനുള്ള ഗവൺമെൻറ്റിൻ്റെ ഡോണർ സർട്ടിഫിക്കറ്റ് നൽകുന്നു. അതോടൊപ്പം തന്നെ ഡോണർ ID കാർഡ്, രക്തദാനം നൽകിയതിനുള്ള ID കാർഡും നൽകുന്നു. സുരക്ഷിത രക്തദാതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപകട സാധ്യത കുറഞ്ഞ ജനവിഭാഗത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു. രക്തം നൽകുന്നയാളുടെ രക്തദാനത്തെക്കുറിച്ച് വിശദമായ വിദ്യാഭ്യാസം നൽകുന്നു. രക്തദാനത്തിന് മുമ്പ് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുകയും ചെയ്യുന്നു. ഇനി ആർക്കെല്ലാം രക്തം ദാനം ചെയ്യാം? 18-നും 60 വയസ്സിനും ഇടയിലുള്ള ആർക്കും രക്തം ദാനം ചെയ്യാം. ശരീരഭാരം 45 കിലോഗ്രാമിൽ കൂടുതലായിരിക്കണം. അതേസമയം ഹീമോഗ്ലോബിൻ്റെ അളവ് പുരുഷനാണെങ്കിൽ 12 ഗ്രാംസ് പെർ ഡെസിലിറ്റർ, സ്ത്രീയാണെങ്കിൽ 12.5 ഗ്രാംസ് പെർ ഡെസിലിറ്ററുമായിരിക്കണം. നല്ല ആരോഗ്യമുള്ള ആളായിരിക്കണം. ഇനി ആർക്കെല്ലാം രക്തം ദാനം ചെയ്യാൻ കഴിയില്ല? ജീവിതകാലത്തിൽ ഒരിക്കലും രക്തം ദാനം ചെയ്യാൻ കഴിയാത്തവർ ആരൊക്കെയാണ്? അബ്നോർമലായി ബ്ലീഡിംഗ് ഡിസോർഡർ ഉള്ളവർ, ഹാർട്ട്, കിഡ്നി, ലിവർ ഡിസോർഡർ ഉള്ളവർ, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുള്ളവർ, അപസ്മാരം, മറ്റ് മാനസിക അസുഖങ്ങളുള്ളവർ, TB, കുഷ്ഠരോഗമുള്ളവർ, ആസ്മ, ക്യാൻസർ, ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് ഉള്ളവർ, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ ഉള്ളവർ, ഇവർക്കൊന്നും ജീവിതത്തിൽ ഒരിക്കലും രക്തദാനം ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ സർജറി നടത്തിയിട്ടുള്ളവർ, ടൈഫോയിഡ് അസുഖം വന്നിട്ടുള്ളവർ, ഡോഗ് ബൈറ്റ്, പട്ടികടി ഏറ്റിട്ടുള്ളവർ, വിശദീകരിക്കാനാവാത്ത ശരീരഭാരം ഉണ്ടായിട്ടുള്ളവർ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫീവർ ഉണ്ടായിട്ടുള്ളവർ, ലോ ഗ്രേഡ് ഫീവർ ഉണ്ടായിട്ടുള്ളവർ, ഇവർക്ക് കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങളോ ലക്ഷണങ്ങളോ ഉണ്ടായിട്ടുള്ളവർ രക്തദാനം ചെയ്യാൻ പാടില്ല. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ
താഴെ പറയുന്ന ലക്ഷണങ്ങൾ രോഗങ്ങളുണ്ടായിട്ടുള്ളവർ രക്തദാനം ചെയ്യാൻ പാടില്ല. ശരീരത്തിൽ പച്ച കുത്തിയിട്ടുള്ളവർ, കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ശരീരത്തിൽ പച്ച കുത്തിയിട്ടുള്ളവർ, പല്ല് എടുത്തിട്ടുള്ളവർ, റൂട്ട് കനാൽ എക്സ്ട്രാക്ഷൻ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളവർ, മലേറിയ അസുഖം വന്നിട്ടുള്ളവർ, കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഇവയിൽ ഏതെങ്കിലും ചെയ്തിട്ടുള്ളവർ രക്തദാനം ചെയ്യാൻ പാടില്ല. സ്ത്രീകൾക്ക് ഈ സമയത്ത് രക്തദാനം നടത്തരുത്. ഏതൊക്കെയാണ് ആ സന്ദർഭങ്ങളെന്ന് നോക്കാം. ഗർഭകാലത്ത്, പ്രസവശേഷം 1 വർഷത്തിനുള്ളിൽ, മുലയൂട്ടുന്ന കാലത്ത്, ആർത്തവ സമയത്തും ആർത്തവശേഷം 7 ദിവസത്തിനുള്ളിലും ഈ സമയങ്ങളിലൊന്നും സ്ത്രീകൾ രക്തദാനം ചെയ്യരുത്. മദ്യം കഴിച്ച ശേഷം 24 മണിക്കൂറിനുള്ളിൽ രക്തദാനം ചെയ്യാൻ പാടില്ല. ഇനി രക്തദാനത്തിന് മുമ്പായി നടത്തുന്ന വൈദ്യപരിശോധനയിൽ എന്തൊക്കെയാണ് നോക്കുന്നത്? രക്തഗ്രൂപ്പ്, ഹീമോഗ്ലോബിൻ, രക്തസമ്മർദ്ദം, പൾസ്, പൊതു ശാരീരിക പരിശോധനകൾ എന്നിവയെല്ലാം ചെയ്യും. ശ്രദ്ധിക്കുക, രക്തദാനത്തിന് മുമ്പ് ദാതാവിന് നല്ല വിശ്രമം, ഉറക്കം കിട്ടിയിരിക്കണം, ലഘുവായി ഭക്ഷണം കഴിച്ചിരിക്കണം, മാനസികമായി തയ്യാറായിരിക്കണം. ഇനി എത്രത്തോളം രക്തമാണ് ഒരാളിൽ നിന്ന് ഒരു സമയത്ത് എടുക്കുന്നത് എന്ന് നോക്കാം. രക്തം കൊടുക്കുന്നയാളുടെ വെയിറ്റ് 45-നും 55-നും കിലോഗ്രാമിന് ഇടയിലാണെങ്കിൽ 350 മില്ലി ലിറ്റർ രക്തം മാത്രമാണ് എടുക്കുന്നത്. 55 കിലോഗ്രാമിൽ കൂടുതലാണെങ്കിൽ 450 മില്ലി ലിറ്റർ എടുക്കാം. രക്തദാനത്തിന് ശേഷം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 24 മണിക്കൂറിനുള്ളിൽ ധാരാളം വെള്ളം കുടിക്കുക. 1 മണിക്കൂറിനുള്ളിൽ പുക വലിക്കരുത്. അടുത്ത ഭക്ഷണം കഴിക്കുന്നത് വരെയെങ്കിലും മദ്യപിക്കരുത്. രക്തദാനത്തിന് ശേഷം ഉടനെ തന്നെ എലിവേറ്റർ, ലിഫ്റ്റ് ഉപയോഗിക്കരുത്. ഒരു ദിവസത്തേക്ക് കഠിനമായ വ്യായാമ മുറകൾ, ഗെയിമുകൾ എന്നിവ പാടില്ല. തലകറക്കം അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ താഴെ കിടക്കുക, കാലുകൾ ഉയർത്തി വെക്കുക. 10-20 നിമിഷങ്ങൾക്കകം ഇത് സുഖപ്പെടും. 46 മണിക്കൂറിന് ശേഷം ബാൻഡേഡ് നീക്കം ചെയ്യാവുന്നതാണ്. രക്തസ്രാവം കാണുന്നുണ്ടെങ്കിൽ ബാൻഡേഡ് ധരിക്കാവുന്നതാണ്. വീക്കം കാണുന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് വീതം 4-5 തവണ ഐസ് വെക്കുക. രക്തദാനത്തിന് മുമ്പുള്ള രക്തപരിശോധനകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ രക്തപരിശോധനകളാണ് രക്തദാനത്തിന് മുമ്പായി രക്തം കൊടുക്കുന്നയാളുടെ കാര്യത്തിൽ ചെയ്യുന്നത്? HIV-1 ചെക്ക് ചെയ്യും, HIV-2, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, VDRL, സിഫിലിസ്, മലേറിയ എന്നീ അസുഖങ്ങൾ ചെക്ക് ചെയ്യും. ഇനി രക്തപരിശോധനയിൽ മേൽപ്പറയുന്ന ഏതെങ്കിലും ഒരു അസുഖം കണ്ടെത്തിയാൽ എന്തൊക്കെ ചെയ്യും? പരിശോധനകൾ ആവർത്തിക്കുന്നു. പരിശോധനാ ഫലങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കുന്നു. രക്തം കൊടുക്കുന്നയാളോട് മാത്രം പരിശോധനാ ഫലങ്ങൾ അറിയിക്കുന്നു. തുടർ പരിശോധനകൾക്കായി നിർദ്ദേശിക്കുകയും പ്രോത്സാഹിക്കുകയും ചെയ്യുന്നു. തുടർ പരിശോധനക്കും ചികിത്സക്കുമായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുന്നു. ഇനി രക്തദാനത്തെ സംബന്ധിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? രക്തദാനം ഒരു ശീലമാക്കാവുന്നതാണ്. എല്ലാ 3 മാസത്തിൽ ഒരിക്കലെങ്കിലും. സ്മരണ ദിനങ്ങൾ, ബർത്ത്ഡേ, ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ തുടങ്ങിയ ദിവസങ്ങളിൽ രക്തദാനം നടത്തി ആഘോഷിക്കാവുന്നതാണ്. രക്തദാനം ചെയ്യാൻ മറ്റുള്ളവരെ നമുക്ക് പ്രേരിപ്പിക്കാവുന്നതുമാണ്. സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും രക്തദാതാക്കളാക്കുകയും ചെയ്യാം. ഇനി എന്തൊക്കെയാണ് രക്തദാനത്തിൻ്റെ ഗുണങ്ങൾ? കൊളസ്ട്രോൾ കുറയുന്നു, താഴ്ന്ന ലിപ്പിഡ് ലെവൽ കീപ്പ് ചെയ്യുന്നു, ഹൃദയാഘാതത്തിനും പക്ഷാഘാതത്തിനുമുള്ള സാധ്യത കുറയ്ക്കുന്നു. രക്തദാതാവിന് എപ്പോൾ ആവശ്യമായി വന്നാലും 1 യൂണിറ്റ് രക്തം സൗജന്യമായി കിട്ടുന്ന യോഗ്യത നേടുന്നു. അതുപോലെ തന്നെ സ്വന്തം ആവശ്യത്തിനോ ഭാര്യ, ഭർത്താവ്, രക്ഷിതാക്കൾ, കുട്ടികൾ, സുഹൃത്ത് തുടങ്ങിയവരുടെ ആവശ്യങ്ങൾക്കോ വേണ്ടി ഇത് ഉപയോഗിക്കാവുന്നതാണ്. രക്തദാനം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? എന്തൊക്കെ പരിശോധനകളാണ് രക്തദാനത്തിന് മുമ്പായി ചെയ്യുന്നത്? എന്തൊക്കെ ഗുണങ്ങളാണ് ഇത് സംബന്ധിച്ചുള്ളത് എന്നതിനെക്കുറിച്ച് വളരെ കുറഞ്ഞ വിശദീകരണമാണ് നാം ഇന്ന് ഈ ക്ലാസ്സിൽ ചെയ്തത്. ഈ വിവരങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ ക്ലാസ്സുകളുമായി വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. ബൈ. ജയ് ഹിന്ദ്.